മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ച വചനത്താൽ നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകും. വചനം കേൾക്കുന്നത് യോർദാന്റെ ഇക്കരെ വെച്ച. മോശ പറയാണ്, ഇവിടെ വെച്ച് കേൾക്കുന്ന വചനം ഈ മരുഭൂമിയിലല്ല നിങ്ങൾക്ക് ഫലിക്കുന്നത്. സ്തോത്രം. ഇത് ഫലിക്കാൻ പോകുന്നത് യോർദാൻ കടന്ന് ചെല്ലുന്ന കനാനിൽ ചെല്ലുമ്പോഴാണ് ഇത് ഫലിക്കാൻ തുടങ്ങുന്നത്. സ്തോത്രം. ആയുർവേദ ചികിത്സ നടത്തുന്ന പോലെ നാട്ടിൽ ചെന്നിട്ട് 15 ദിവസം വേണമെങ്കിൽ തിരുമശാലയിൽ പോയി കിടന്ന് നെയ്യും കഷായമൊക്കെ കുടിക്കാം. അവിടെ കിടക്കുമ്പോൾ കയ്പും വിഷമം തോന്നുള്ളൂ. ഫലിക്കുന്നത് വീട്ടിൽ വരുമ്പോൾ. സ്തോത്രം. എന്നതുപോലെ ഈ മരുഭൂമി കിടക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ മേഘത്തിന്റെ കീഴെയാണ്, അവിടെ വീണ് കിട്ടുന്ന മന്നയാണ് തിന്നുന്നത്, അവിടെ ചെരുപ്പ് പോലും തെയ്യുന്നില്ല, അവിടെ സ്തോത്രം യാതൊരുവിധ വിഷയങ്ങളുമില്ല, വിളക്ക് പോലും കത്തിക്കണ്ട. അവിടെ ദൈവത്തിന്റെ അഗ്നിസ്തംഭം കൊണ്ട് അവര് വെളിച്ചം കാണുക. അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ മോശ പറയുക, ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വെച്ച് വചനം കേട്ട് മനസ്സിൽ സംഗ്രഹിച്ച കനാനി ചെല്ലുമ്പോൾ യുദ്ധമുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വെച്ച് പറ്റാവുന്നതിന്റെ പരമാവധി വചനം മനസ്സിൽ സ്റ്റോർ ചെയ്യണം. അങ്ങനെ മനസ്സിനകത്ത് നിങ്ങൾ വചനം സംഗ്രഹിച്ച് യോർദാൻ കിടന്ന് അക്കരെ ചെല്ലുമ്പോൾ അവിടെ ഫിലിസ്തീനുണ്ട്, അവിടെ മിദ്യാനരുണ്ട്, അവിടെ അമാലേക്കരുണ്ട്, അവിടെ പോരാട്ടമുണ്ട്. ആ പോരാട്ടം നടക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആയുസ്